ഇതിന് മുളകും ഇല്ല, ഉപ്പും ഇല്ല. ഇത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യേണ്ടി വരുന്നൊരു സെൻറ്റൻസ് ആണല്ലേ. അപ്പം നമുക്ക് അതിന് ഇംഗ്ലീഷ് പറയുന്നത് നോക്കാം. അപ്പം ഇതിന് മുളകില്ല എന്ന് പറയാൻ വേണ്ടി നമുക്ക് മുളക് എന്നുള്ള വാക്ക് തന്നെ എടുക്കണമെന്നില്ല. ദിസ് ഈസ്, അപ്പം മുളകും ഇല്ല ഉപ്പും ഇല്ല എന്നായതുകൊണ്ടാണ് ഞാൻ നീദർ ഉപയോഗിക്കുന്നത്. ദിസ് ഇസ് നീദർ സ്പൈസി നോർ, അതും ഇല്ല ഇതും ഇല്ല എന്നുള്ളതിനാണ് നമ്മൾ നീദർ നോർ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ദിസ് ഇസ് നീദർ സ്പൈസി നോർ ഹാസ് എനി സോൾട്ട്, ഉപ്പുമില്ല. ദിസ് ഇസ് നീദർ സ്പൈസി നോർ ഹാസ് എനി സോൾട്ട്. അപ്പം നിങ്ങൾക്കിങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഡെയിലി യൂസ്ഡ് സെൻറ്റൻസസിലൊക്കെ നമുക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൗൺസിലിൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. താങ്ക്